രാജസ്ഥാനുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ കാണുക. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് രാജസ്ഥാനിൻ്റെ പ്രത്യേകതകളാണ് പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായി 1959 പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം, ദക്ഷിണേന്ത്യയിൽ ഇത് ആദ്യമായി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത സംസ്ഥാനം, ഇന്ത്യയിൽ പശുസംബന്ധമായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, കാറ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന അപരദനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം, കേൾക്കാനുള്ള അവകാശ നിയമം അഥവാ റൈറ്റ് ടു ഹിയർ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻലാൻഡ് സാലൈൻ വെറ്റ്ലാൻഡ് ഉള്ള സംസ്ഥാനം രാജസ്ഥാനാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സംസ്ഥാനം, സാമ്പത്തിക പിന്നാക്ക വിഭാഗങ്ങൾക്ക് 15% സംവരണം ഏർപ്പെടുത്താൻ 2015 തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. അടുത്തതായിട്ട് ആദ്യത്തേത് എന്ന തലക്കെട്ടോടു കൂടിയാണ് വരുന്നത്. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല, ഉത്തരം അജ്മീർ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൌരിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് രാജ് എന്ന വാക്കിന്റെ ഉപജ്ഞേതാവായ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം, ഉത്തരം പൊഖാൻ. ജയ്സൽമീർ ജില്ലയിലാണ് ഈ സ്ഥലം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഇതിനെ പൊഖാൻ 1 എന്നാണ് വിശേഷിപ്പിച്ചത്. 1998 മെയ് 11, 13 തീയതികളിലാണ് പൊഖാൻ 2 പരീക്ഷണം ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഗർഭ എയർബേസായ അട്ടർലാൻഡ് ബർമൻ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് സ്ഥാപിച്ചത് ഓൾവാർ ജില്ലയിലെ ചന്ദോളിയിലാണ് 2014. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ സ്ഥാപിച്ചത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നത് ജയ്പൂരിലാണ്. CISFന്റെ സംരക്ഷണ ചുമതലയിൽ കൊണ്ടുവന്ന ആദ്യ വിമാനത്താവളമാണ് ജയ്പൂർ. മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ച ആദ്യ രജപുത്ര രാജ്യമാണ് അംബാർ. രാജസ്ഥാനിലെ ആദ്യത്തെ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് ജയ്സൽമേർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒലീവ് റിഫൈനറി സ്ഥാപിച്ചത് ബിക്കാനീറിലെ ലുങ്കാരൻസാറിലാണ്. മെട്രോപൊളിറ്റൻ സിറ്റി എന്ന പദവി ലഭിച്ച രാജസ്ഥാനിലെ ആദ്യ നഗരം ജയ്പൂരാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഇന്ത്യ ഗവൺമെന്റുമായി ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിൽ ഒപ്പുവെച്ച ആദ്യത്തെ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ബിക്കാനറിലെ ഭരണാധികാരിയായിരുന്ന സാദുൾ സിംഗ്. ഹീരാലാൽ ശാസ്ത്രിയാണ് രാജസ്ഥാനിന്റെ ആദ്യ മുഖ്യമന്ത്രി. രാജസ്ഥാൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത വസുന്ധര രാജയാണ്. മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ 1727 പണി കഴിപ്പിച്ച ജയ്പൂർ ഇന്ത്യയിൽ നിലവിലുള്ളവയിൽ ആദ്യത്തെ ആസൂത്രിത നഗരമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ വ്യക്തിഗത വെള്ളി മെഡൽ നേടിയ ആദ്യ കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ മെൻസ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിലാണ് ഇദ്ദേഹം മെഡൽ കരസ്ഥമാക്കിയത്. ജയ്സാമൽമറിലാണ് ഇദ്ദേഹം ജനിച്ചത്. 2013 ആർമിയിൽ നിന്ന് ലഫ്റ്റനന്റ് കേണൽ റാങ്കിൽ വിരമിച്ച റാത്തോഡ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് 2014 തെരഞ്ഞെടുപ്പിലൂടെ ലോകസഭാംഗമാകുകയും തുടർന്ന് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആകുകയും ചെയ്തു. അടുത്തത് സൂപ്പർലേറ്റീവുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകം, ഉത്തരം സാമ്പാർ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് തടാകം സാമ്പാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര, ഉത്തരം ആരവല്ലി. ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് 2014 കമ്മീഷൻ ചെയ്തത് രാജസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതി ജയ്പൂരിലെ ജന്തൽ മന്ദർ ആണ്.
ആരവല്ലി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഗുരു ശിഖർ. പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ട്രെയിൻ സർവീസാണ് ന്യൂഡൽഹിക്കും രാജസ്ഥാനിലെ ആൽവാറിനും മധ്യേ സർവീസ് നടത്തുന്ന ഫെയറി ക്വീൻ എക്സ്പ്രസ്. 1855 ഇംഗ്ലണ്ടിലെ കിറ്റ്സൺ ആൻഡ് കമ്പനി നിർമ്മിച്ച ഈ ട്രെയിൻ അതേ വർഷം കൊൽക്കത്തയിൽ ഈസ്റ്റ് ഇന്ത്യ റെയിൽവേ കമ്പനിയുടെ നിയന്ത്രണത്തിൽ സർവീസ് ആരംഭിച്ചു. 1895 ഫെയറി ക്വീൻ എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു പഴയ പേര്. പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് കനാലിന്റെ തുടക്കം. രാജസ്ഥാനിൽ ഹരിത വിപ്ലവ കാലത്ത് വൻ നേട്ടങ്ങൾക്ക് ഈ കനാൽ സഹായകമായി. സത്ലജ് നദിയിലെ ജലമാണ് കനാൽ പ്രയോജനപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മൾട്ടിപർപ്പസ് സോളാർ ടെലിസ്കോപ്പ് സ്ഥാപിക്കപ്പെട്ട നഗരമാണ് ഉദയ്പൂർ. രാജസ്ഥാനിലെ ആൽവാറിൽ 1956 മെയ് 10 രേഖപ്പെടുത്തിയ 50.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ഉയർന്ന താപനില. ആരവല്ലി പർവ്വതനിരകളിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഗുരു ശിഖർ. ജയ്പൂർ കഴിഞ്ഞാൽ രാജസ്ഥാനിലെ നഗരങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ജോധ്പൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകമേളയാണ് പുഷ്കറിലേത്. രാജസ്ഥാൻ എന്ന വാക്കിനർത്ഥം ലാൻഡ് ഓഫ് കിങ്സ് എന്നാണ്. പാടല നഗരം അഥവാ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഉദയ്പൂർ. സൂര്യോദയത്തിന്റെ നഗരം എന്നും ഇത് അറിയപ്പെടുന്നു. ധവള നഗരം അഥവാ വൈറ്റ് സിറ്റി എന്ന അപരനാമമുള്ളത് ഉദയ്പൂരിനാണ്. മഹാഭാരതത്തിൽ അർബുദ പർവ്വതം എന്ന് പരാമർശിക്കപ്പെടുന്നത് മൗണ്ട് അബു ആണ്. സഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഡൽഹി, ജയ്പൂർ, ആഗ്ര. പ്രഭാതത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ. മരുഭൂമിയിലെ രത്നം എന്നറിയപ്പെടുന്ന നഗരമാണ് ജയ്സൽമീർ. മത്സ്യനഗർ എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യമാണ് ആൾവാർ. അജ്മീറിന്റെ പഴയ പേരാണ് അജയമേറ്റു. രാജസ്ഥാന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ്. രാജസ്ഥാനിലെ മാർബിൾ സിറ്റി എന്നറിയപ്പെടുന്നത് കിഷൻഗഡ് ആണ്. ഉദയ്പൂർ ആണ് മേവാർസ് കിങ്ഡം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ആദ്യ തലസ്ഥാനം ചിത്തോർഗഡ് ആയിരുന്നു. പിന്നീട് ഉദയ്പൂരിലേക്ക് മാറ്റി. താർ മരുഭൂമി പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേരാണ് ചോലിസ്ഥാൻ മരുഭൂമി. ജയ്പൂർ സ്റ്റേറ്റ് ആണ് ഒരു കാലത്ത് ആംബർ സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. ബിക്കാനീർ ആണ് ഒരു കാലത്ത് ബംഗ്ലാദേശ് എന്നറിയപ്പെട്ടിരുന്നത്. മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ നഗരമാണ് മൗണ്ട് അബു. കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഹവാ മഹൽ ആണ്. രാജസ്ഥാനിലെ സൺ സിറ്റി എന്നറിയപ്പെടുന്നത് ജോധ്പൂർ ആണ്. ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പുഷ്കർ ആണ്. തീർത്ഥരാജ് എന്നറിയപ്പെടുന്നത് പുഷ്കർ തടാകമാണ്. ജോധ്പൂർ രാജ്യമാണ് ഒരു കാലത്ത് മാർവാൾ എന്നും വിളിക്കപ്പെട്ടിരുന്നത്. രാജസ്ഥാന്റെ സുവർണ നഗരം എന്നറിയപ്പെടുന്നത് ജയ്സൽമീർ ആണ്. സിങ്ക് ലഭിക്കുന്ന സവർഖനി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. രജപുത്താന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. ഖേത്രി ഖനി ഏത് ധാതുവിന് പ്രസിദ്ധം? ഉത്തരം ചെമ്പ്. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ. ഏതൊക്കെ ധാതുക്കളുടെ ഉൽപാദനത്തിലാണ് രാജസ്ഥാന് 1-ാം സ്ഥാനമുള്ളത്? ഗ്രാഫൈറ്റ്, സിങ്ക്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം, മാർബിൾ, ഗ്രാനൈറ്റ്, മരതകം. രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഒരു തടാകം? ഉത്തരം പുഷ്കർ തടാകം. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര്? ഉത്തരം രാജസ്ഥാൻ കനാൽ. രാജസ്ഥാനിലെ പ്രധാന ഭാഷകൾ? ഹിന്ദി, രാജസ്ഥാനി. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകളിൽ ഉൾപ്പെടാത്തതാണ് രാജസ്ഥാനി. ഇന്ത്യ 2ാമത്തെ അണുവിസ്ഫോടനം നടത്തിയത് എപ്പോൾ? 1998 മെയ് 11, 13. പിച്ചോള തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. ഹവാ മഹൽ എവിടെയാണ്? ഉത്തരം ജയ്പൂർ. രാജാ സവായ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ചു. ശില്പി ലാൽചന്ദ് ഉസ്ത. ദിൽവാര ക്ഷേത്രം എവിടെയാണ്? ഉത്തരം മൗണ്ട് അബു. ജൈനമതക്കാരുടേതാണ് ഇത്. ചാലൂക്യ രാജവംശമാണ് നിർമ്മിച്ചത്. രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ധവ സംസ്കാര കേന്ദ്രമാണ് കാലിബംഗൻ. ഈ വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. ഏത് നദിയുടെ തീരത്താണ് കോട്ട നഗരം? ഉത്തരം ചമ്പൽ. മീരാദേവിയുടെ ക്ഷേത്രം എവിടെയാണ്?
ഉത്തരം ചിത്തോർഗഡ്. രൺതാംബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് സവായ് മധോപൂർ ജില്ലയിലാണ്. ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം. ഉത്തരം ബിക്കാനീർ. ഒട്ടകമേളയ്ക്ക് പ്രസിദ്ധമായ സ്ഥലം. ഉത്തരം പുഷ്കർ. ഡെസേർട്ട് വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ്. ജവഹർ സാഗർ വന്യജീവി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. സീതാമാത വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ്. മരങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിൽ പ്രത്യേകം താൽപ്പര്യം പുലർത്തുന്ന താർ മരുഭൂമിയുടെ പശ്ചിമ ഭാഗത്ത് അധിവസിക്കുന്ന ഒരു മതവിഭാഗമാണ് ബിഷ്ണോയ്. ഗുരു ജംബേശ്വർ ആണ് ഇവരുടെ ആത്മീയാചാര്യൻ. അദ്ദേഹം ആവിഷ്കരിച്ച 29 തത്വങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതചര്യയാണ് ബിഷ്ണോയികൾ നയിക്കുന്നത്. സാഗർമതി, ലവണാവതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. പുഷ്കർ തടാക തീരത്ത് നിന്നാണ് ഉത്ഭവം. 495 കിലോമീറ്റർ നീളമുള്ള നദിയുടെ അവസാനം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. സമുദ്രത്തിലോ മറ്റ് നദികളിലോ ചെന്നു ചേരാത്ത നദിയാണിത്. രാജസ്ഥാനിലെ പ്രധാന നദികളിലൊന്നായ ബാനസിന്റെ നീളം 512 കിലോമീറ്റർ ആണ്. ഇത് ചമ്പലിന്റെ പോഷക നദിയാണ്. വനത്തിന്റെ പ്രതീക്ഷ എന്ന് ഈ നദി വിശേഷിപ്പിക്കപ്പെടുന്നു. ബാനസിന്റെ പോഷക നദിയായ ബരാച്ചിന്റെ ഇടത് കരയിലാണ് ചിറ്റോർഗഡ് കോട്ട. ബ്രഹ്മകുമാരിസ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ലേഖരാജ് കൃപലാനിയാണ്. പാകിസ്ഥാനിലെ സിന്ധിലെ ഹൈദരാബാദിലാണ് ഇദ്ദേഹം ജനിച്ചത്. പാകിസ്ഥാനിലെ കറാച്ചിയെയും ഇന്ത്യയിലെ ജോധ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസാണ് താർ എക്സ്പ്രസ്. വാരാണസിയെയും ജോധ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസാണ് മരുധർ എക്സ്പ്രസ്. 1460 അടുപ്പിച്ച് ജോധ്പൂരിലെ മെഹ്റാൻഗഡ് കോട്ട പണികഴിപ്പിച്ചത് റാവു ജോധയാണ്. രാജസ്ഥാൻ അസംബ്ലിയിലെ സീറ്റുകളുടെ എണ്ണം 200 ആണ്. താർ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലെ നഗരമാണ് ജയ്സാൽമീർ. ഭട്ടി രാജപുത്ര രാജാവായിരുന്ന മഹരവാൾ ജയ്സാൽ സിംഗ് 1156 ഈ നഗരം സ്ഥാപിച്ചത്. ബിക്കാനീർ നഗരം 1488 സ്ഥാപിച്ചത് രജപുത്ര രാജാവ് റാവു ബിക്ക ആണ്. പ്രതാപ് സിംഗ് എന്ന രാജപുത്ര രാജാവാണ് 1770 ആൾവാർ നഗരം സ്ഥാപിച്ചത്. ലോഹഗഡ് കോട്ട പണി കഴിപ്പിച്ചത് സുരജ്മൽ ആണ്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ശവകുടീരം അജ്മീറിലാണ്. സൂഫികളുടെ കബറിടത്തിന് പറയുന്ന പേരാണ് ദർഗ. ചിറ്റോറിലെ സംഘ റാണയുടെ ഭാര്യയായിരുന്ന റാണി കർണാവതി 1535 അന്തരിച്ചു. ഹാൽഡിഗഡ് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവാണ് റാണ പ്രതാപ്. ഇദ്ദേഹത്തിന്റെ കുതിരയാണ് ചേതക്. ഉദയ്പൂർ സ്ഥാപിച്ച ശിശോദിയ രാജപുത്ര രാജാവ്. ഉത്തരം ഉദയ് സിംഗ് രണ്ടാമൻ. ജയ്പൂർ നഗരത്തിന്റെ യോജനാനി നിർമ്മാതാവ് വിദ്യാധർ ഭട്ടാചാരി. ആംബറിലെ ഭരണാധികാരിയായിരുന്ന രാജാ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് 1727 ജയ്പൂർ നഗരം സ്ഥാപിച്ചത്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ വിശ്വമോഹൻ ഭട്ട് ജനിച്ചത് ജയ്പൂരിലാണ്. ജാട്ട് സമുദായത്തിന്റെ പ്ലേറ്റോ എന്നറിയപ്പെട്ടത്. ഉത്തരം സൂരജ്മൽ. ഇദ്ദേഹം ഭാരത്പൂരിലെ ഭരണാധികാരിയായിരുന്നു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി പദം വഹിച്ച ശേഷം ഇന്ത്യൻ വൈസ് പ്രസിഡന്റായ വ്യക്തിയാണ് ഭൈരോൺ സിംഗ് ഷെഖാവത്ത്. ഇദ്ദേഹം 2007 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഭ പാട്ടീലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക വൈസ് പ്രസിഡന്റാണ് ഷെഖാവത്ത്. തുടർന്ന് അദ്ദേഹം 2007 ജൂലൈ 21 വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പ്രധാന സ്ഥലങ്ങൾ. സരിസ്ക ടൈഗർ സാങ്ച്വറി എവിടെയാണ്? ഉത്തരം അൽവാർ. കേവല ദേവ് പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം ഭാരത്പൂർ. ഭാരത്പൂർ പക്ഷി സങ്കേതം എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഒരു സുഖവാസ കേന്ദ്രം. ഉത്തരം മൗണ്ട് അബു. ഹൈദരാബാദിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നാഷണൽ പോലീസ് അക്കാദമി ഇവിടെയായിരുന്നു. ഡിഡ്വാന തടാകം രാജസ്ഥാനിലാണ്. ജഗത്പീഠ ബ്രഹ്മമന്ദിർ പുഷ്കറിലാണ്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.